പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ വളരെ അനുഗീതമായ രാത്രിക്കായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമുക്കൊന്നിച്ചിന്ന് രാത്രിയിലും ദൈവത്തിനായിരിക്കാൻ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നൽകിയ വലിയ അവസരമായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഉപവാസ ഉണർവ് യോഗങ്ങളിൽ എന്നെ ക്ഷണിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. നമ്മുടെ പാസ്റ്റർ, നമ്മുടെ സെക്രട്ടറി ജോയ് മാത്യു, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സുവിശേഷ പ്രഭാഷകനാണ്, പ്രവാചകനല്ല. എന്നിട്ട് നിങ്ങളെന്നെ ഉപവാസപ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചത് എനിക്ക് അതിശയം തോന്നുന്നു. ക്ഷണിച്ചതിൽ നന്ദി. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രവചന ദൂതുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തി സ്തോത്രം. വളരെ ചുരുങ്ങിയ സമയം ഇവിടെ ഉള്ളൂ. നാളെ ഏതാണ്ട് 6 മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിക്കണം, കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. 1-2 ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഞാനിവിടെ കാണും. തിങ്കൾ ചൊവ്വ നമ്മുടെ ഷാർജ വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിൻ്റെ ഒരു കൺവെൻഷനുണ്ട് തിങ്കൾ ചൊവ്വ. ബുധൻ വ്യാഴ ലേനിൽ നമ്മുടെ ഗിറ്റാറിസ്റ്റ് ഡെന്നിയുടെ പപ്പ ജോസ് പാസ്റ്ററുടെ ചർച്ചിലാണ്. അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഒരു 25 സ്ഥലത്തു നിന്നെങ്കിലും ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് പോകാൻ നേരമില്ലാതെ പോയി. ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു. രാവും പകലും പ്രസംഗിക്കാൻ കഴിഞ്ഞു. ചില ദിവസമൊക്കെ ഞാൻ ഒത്തിരി ക്ഷീണിതനായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കർത്താവ് ശക്തീകരിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം ചെയ്യാം. ഇബ്രായ ലേഖനം 10-ാം അധ്യായം 35 മുതൽ 39 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കഴിഞ്ഞ ദിവസമൊക്കെയും നിന്റെ സാന്നിധ്യം നൽകിയതിനായി സ്തോത്രം. അവിടുത്തെ ശക്തി പകർന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശക്തിയും കൃപയും ഞങ്ങളുടെ മേൽ പകരണമേ. അടിയൻ്റെ അപ്രാപ്തിയല്ല നിന്റെ പ്രാപ്തി, ബലഹീനതയല്ല ബലം, ഇല്ലായ്മയല്ല നിന്റെ നിറവ്. ഈ രാത്രി വെളിപ്പെടുത്തണമേ. ഒന്നിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. വായിച്ചു. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ആക്കി കേട്ടല്ലോ. യേശുവിനെ പിൻപറ്റുവാൻ ധൈര്യം ആവശ്യമാണ്. ധൈര്യം ആവശ്യമാണ്. ആ ധൈര്യം മഹാപ്രതിഫലമുള്ളതാണ്. അത് പ്രാപിപ്പാൻ സഹിഷ്ണുത വേണം. പിന്മാറ്റം നാശത്തിലേക്കാണ്. വിശ്വസിച്ചാൽ ജീവരക്ഷ പ്രാപിക്കാം. ഇറങ്ങിയത് കൊണ്ടായില്ല, ലക്ഷ്യസ്ഥാനത്തെത്തണം. ഫൈനൽ. നമ്മുടെ യുദ്ധസേവ തീരുന്ന ദിവസം അടുത്തു വരുന്നു. പ്രത്യാശയോടെ കൈ ഉയർത്തിയാടി സ്തോത്രം പറഞ്ഞാണ്. ഇതൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ളതല്ല, ഒരു കൺവെൻഷൻ മെസ്സേജാണ്. ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാനല്ല. എവിടെ പ്രസംഗിച്ചാലും എൻ്റെ പ്രസംഗ വിഷയം നിത്യതയാണ്. നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാം മീറ്റിങ്ങുകളെല്ലാം ഗൂഗിളിൽ ജസ്റ്റ് ബീമോനസ് നടച്ചാൽ മതി, ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ. എവിടെ പ്രസംഗിച്ചാലും ഞാൻ നിത്യതയെ സ്പർശിക്കാതെയും നിത്യയുടെ ദർശനം ജനത്തിന് നൽകാതെയും പ്രസംഗം അവസാനിപ്പിക്കില്ല. അതിഥികളായുള്ള ദേവദാസന്മാരെ പ്രമോദ് നാരായണൻ പാസ്റ്ററിനെയും ഡേവിഡ് ലൂക്കോസ് പാസ്റ്ററൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിനെ പിൻപറ്റാൻ ധൈര്യം ആവശ്യമാണ്. ഇത് പേടിത്തണ്ടന്മാരുടെ മാർഗമല്ല, ഇത് ശക്തന്മാരുടെ മാർഗമാണ്. 103-ാം സങ്കീർത്തനം 20-ാം വാക്യം. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന
അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ടവരുടെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ നിങ്ങൾ ദൈവത്തെ വാഴ്ത്തുവേ. ഇത് പേടിത്തണ്ടന്മാരുടെ മാർഗമല്ല, ഇത് വീരന്മാരുടെ മാർഗമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ പിതാക്കന്മാർ, നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങിയത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ പോലെ അമ്പരചുംബികളായ ദേവാലയങ്ങൾ വിട്ടും 1000, 1500 ഒക്കെയുള്ള ആൾക്കൂട്ടങ്ങളെ വിട്ടുമാണ്. MP, MLA എല്ലാവരും അവർക്കുണ്ടായിരുന്നു. നമ്മൾ വന്നിടത്തിയതൊന്നുമില്ല. കൊച്ചു കൊച്ചു ആരാധനാലയങ്ങളിൽ വന്നു, വാടക കെട്ടിടങ്ങളിൽ വന്നു. അവർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത് എന്തോ കണ്ടുകൊണ്ടാ, സെമിത്തേരി കണ്ടുകൊണ്ടല്ല, സഭാ ഹോള് കണ്ടുകൊണ്ടല്ല. നാമും നമ്മുടെ പിതാക്കന്മാരും ഈ സത്യത്തിലേക്ക് ഇറങ്ങിയത് ഇവിടെ ഒരുത്തനെയും കണ്ടുകൊണ്ടല്ല, തേജോമനായ ദൈവത്തെ കണ്ടുകൊണ്ടാണ്. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയപ്പോൾ ആത്മീയ പിതാക്കന്മാരെന്ന് പറഞ്ഞവർ ശപിച്ചു നമ്മുടെ പിതാക്കന്മാരെ. നിനക്കൊന്നും ഗുണം പിടിക്കില്ലെന്ന് പറഞ്ഞു, നിന്റെ ഒന്നും പിള്ളേരെ കെട്ടിക്കില്ലെന്ന് പറഞ്ഞു, നിന്റെ ഒന്നും ശവം അടക്കില്ലെന്ന് പറഞ്ഞു, നീയൊക്കെ പോകുന്ന പോലെ തിരികെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ വേദവസ്തം പറഞ്ഞു, നീ എൻ്റെ വാക്കനുസരിച്ചാൽ നിന്റെ വാ എൻ്റെ വാ പോലെയാകും. നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരും. നമുക്കാർക്കും തിരികെ പോകേണ്ടി വന്നില്ല, നമ്മുടെ മക്കളെ കെട്ടിക്കാതിരുന്നില്ല, നമ്മുടെ പിതാക്കന്മാരുടെ ശവം അടക്കാതിരുന്നില്ല, അഴിയൊന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻ വരുവാൻ. ഇന്ന് രാത്രി ഒരു പ്രവചനോട് പറയാം, നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരും. ഇവിടെ ആരെങ്കിലും ഏകരായി കർത്താവിനെ സേവിപ്പാനുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ചെല്ലുമെന്നവർ കാത്തിരിക്കുന്നെങ്കിൽ നീ അങ്ങോട്ട് പോകേണ്ടി വരില്ല, അവർ ഇങ്ങോട്ട് വരും. കൈ ഉയർത്തിപ്പിടി, എല്ലാ കരം ഉയർത്തിപ്പിടി, യേശുവിൻ്റെ നാമത്തിൽ പറ. ഈ വർഷം കടന്നു പോകും മുമ്പ്, ചില വർഷങ്ങൾ കടന്നു പോകും മുമ്പ് അവർ നിന്റെ പക്ഷം ചേരാൻ പോകുകയാണ്. കൈകളടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, അവർ എൻ്റെ പക്ഷം ചേരും. വാ തുറന്ന് ആരാധിച്ചുകൊണ്ട് പറ, അപാര ഹതുനിയ, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരില്ല, അവർ ഇങ്ങോട്ട് വരും, അവർ എൻ്റെ പക്ഷം ചേരും. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം വിശ്വാസ ജീവിതമാണ്. സെമിത്തേരി നോക്കി നിൽക്കുന്നവൻ സഭാഗോള് നോക്കി നിൽക്കുന്നൊന്നും ഈ മാർഗത്തിൽ വരില്ല. ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു, തീയാളി കത്തുന്ന ഒരു കുഞ്ഞ്, 4-5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് മേളിൽ ബാൽക്കണിയിലായിപ്പോയി. ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. തീയാളി കത്തുന്നു, അകത്തേക്ക് കയറാൻ കഴിയില്ല, കുഞ്ഞു മേളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതിനകത്തോട്ട് ഓടിക്കയറാൻ പപ്പയ്ക്ക് കഴിയില്ല. പക്ഷേ ബാൽക്കണിയിൽ നിന്ന് കുഞ്ഞ് കരയുമ്പോൾ പപ്പ അവിടെ നിന്ന് പറഞ്ഞു, മോനെ, ഒറ്റ മാർഗം, നീ ബാൽക്കണിയിൽ നിന്ന് കൈവിട്ട് താഴേക്ക് ചാടണം. കുഞ്ഞു ചോദിച്ചു, പപ്പ, ഞാൻ ചാടിയാൽ നീ എന്ത് ചെയ്യും? പപ്പ പറഞ്ഞു, എൻ്റെ ബലമുള്ള കരം ഞാൻ നീട്ടും. എൻ്റെ കരത്തിൽ ഞാൻ താങ്ങും. കുഞ്ഞിനോട് കൈവിട്ട് ചാടാൻ പറഞ്ഞവൻ കൈവലിക്കുമോ? ഓ രാമ റഖന സംധന, കൈവലിക്കുമോ? നിന്നോട് ചാടാൻ പറഞ്ഞവൻ കൈവലിക്കുമോ? എടുത്ത് ചാടാൻ, ശ്വാസത്തിന്റെ പാന്താവിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞവൻ കൈവലിക്കുമോ? കൈയടിച്ചോ, സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഇന്ന് രാവിലെ വരെ, ഈ രാത്രി വരെ എന്നോട് ചാടാൻ പറഞ്ഞവൻ കൈവലിച്ചിട്ടില്ല. ശക്തിയോടെ ഹല്ലേലൂയ. വിശ്വാസ ജീവിതം, ക്രിസ്ത്യ ജീവിതം വിശ്വാസ ജീവിതമാണ്. എടുത്തു ചാടണം വിശ്വാസത്തോട്. എന്തെങ്കിലുമൊക്കെ കണ്ടുള്ള യാത്രയല്ല, ഒന്നും കാണാതുള്ള യാത്രയാണ്. ഇതൊക്കെ ഒത്തിരി മണിക്കൂർ എടുത്ത് പ്രസംഗിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം 7 കാര്യം ഞാൻ പറഞ്ഞത്, 7 കാര്യവും പ്രസംഗിക്കേണ്ടതാണ്. എന്നാൽ പ്രതിപ്രധാനമായ കാര്യം പറയാം. മഹാപ്രതിഫലമുള്ളതാണ് സ്തോത്രം നമ്മുടെ ധൈര്യം. പക്ഷെ അത് പ്രാപിക്കണേ സഹിഷ്ണുത വേണം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്, മറക്കരുത്. അല്ല ഇവിടുത്തെ മണ്ണാങ്കട്ട അല്ല. ഇത് ഞാൻ പ്രസംഗിച്ചത് പോയാൽ ദൈവം എന്നോട് ചോദിക്കും. ഇവിടുത്തെ മെറ്റീരിയൽ തിങ്സ്, അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറയാനൊന്നുമല്ല ഞാൻ നടക്കുന്നത്. കർത്താവ് വരും,
കാഹളം ധ്വനിക്കും, വിശുദ്ധന്മാരെടുക്കപ്പെടും. നീ റെഡിയാണോ എന്ന് ചോദിക്കാനാ. സഹോദരം, സഹിഷ്ണുതയില്ലാത്തത് കൊണ്ട് വേദനയും വിട്ടുപോയൊരു കുടുംബത്തെക്കുറിച്ച് ഓർപ്പിച്ച് ഞാൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു നിർത്താം. നമുക്കറിയാവുന്ന വേദഭാഗമാണ് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയെയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവന് എലിമലേക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് നിന്ന് അവിടെ താമസിച്ചു. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ബേത്ലഹേം. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നായിരുന്നു. കനാൻ പാലും തേനും ഒഴുകുന്ന സ്ഥലം. പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം. ക്രിസ്ത്യ ജീവിതം എന്നും സുഖലോലുപത്വമാണെന്ന് ചിന്തിക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. എപ്പോഴും സുഖമാണ് ക്രിസ്ത്യ ജീവൻ ചിന്തിക്കരുത്. വേദനകളും ഒറ്റപ്പെടുത്തലും തള്ളപ്പെടലും ഒക്കെ ക്രിസ്ത്യ ജീവിതത്തിലുണ്ട്. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം 1:6. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം. ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, കനാനിൽ ക്ഷാമമുണ്ട്, ബേത്ലഹേമിൽ ക്ഷാമമുണ്ട്. പക്ഷെ ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കും. പോരാ, ശക്തി പോരാ. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കും. ദൈവം തന്റെ ജനത്തിന് ആഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ കനാനിലെ ക്ഷാമം നീണ്ടു നിൽക്കുന്നതല്ല, ബേത്ലഹേമിലെ ക്ഷാമം നീണ്ടു നിൽക്കുന്നതല്ല. ഒരു സന്ദർശനം വരും. ദരിദ്രനെ എന്നേക്കും അവൻ മറന്നു കളയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ദൈവം ഭംഗം വരുത്തില്ല. ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ സന്ദർശിക്കും. ശക്തിയോട് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. 23-ാം സങ്കീർത്തനം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സങ്കീർത്തനമാണ്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ എന്താ? തുടക്കം ഒന്ന് പറഞ്ഞേ, പുസ്തകം തുറക്കാമെന്ന് പറ, എല്ലാവരോടും ഒന്ന് പറ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഐ ഷാൽ നോട്ട് വാണ്ട്. പിന്നെ വായിച്ചോ വരൂ. പച്ചയായ പുൽപ്പുറങ്ങളിൽ, പിന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. അത്രയും നല്ല കാര്യമാണ്. പിന്നെ അടുത്ത വാക്യം എൻ്റെ പ്രാണനെ അവൻ തിരുനാമ നിമിത്തവനെ. അത്രയൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അടുത്ത വാദം എന്താ? കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പില്ല. ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വര. ക്രിസ്ത്യ ജീവിതത്തിൽ എന്നും പച്ചപ്പുല്ല് മാത്രമല്ല കുഞ്ഞേ, എന്നും സ്വസ്ഥതയുടെ വെള്ളം മാത്രമല്ല. ദ വാലി ഓഫ് ഷാഡോ ഡെത്ത്, മരണനിഴൽ താഴ്വരയുണ്ട്, കൂരിൽ താഴ്വരയുണ്ട്, കണ്ണുനീർ താഴ്വരയുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ വായിച്ചു. പച്ചയായ പുൽപ്പുറങ്ങളിൽ, എല്ലാവരും പറ, പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. ഒരാടങ്ങനെ ഇങ്ങനെ കിടക്കില്ല. യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് ഉറക്കെ പറ, ഉണ്ടാകത്തില്ലയോ? യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകില്ല. ഉണ്ടാവുമോ ഇല്ലയോ? പ്രയാസം പറയാല്ലേ. ഐ ഷാൽ നോട്ട് വാണ്ട്. ഞാൻ ചോദിച്ച കർത്താവെ, അങ്ങനെയാണ് എത്രയോ അഭിഷക്തന്മാരുടെ, ദൈവമക്കളുടെ, ദൈവഭൃത്യന്മാരുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതെ തലകറങ്ങി സ്കൂളിൽ വീണു. ഫീസ് കൊടുക്കാതെ എത്ര പേരെ ഇറക്കി വിട്ടു. എത്ര ദിനരാത്രങ്ങൾ പട്ടിണി കിടന്നിട്ടുള്ളവരുണ്ട്. 2 കാര്യം കർത്താവ് പറഞ്ഞു. 1, ഭക്തന് മുട്ടു വന്നെന്ന് വരാം, പക്ഷെ അവൻ ലോകത്തിൽ ഒരുത്തിൻ്റെയും മുമ്പിൽ കൈ നീട്ടാൻ പോകില്ല. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. പട്ടിണിയാണേലും അമ്മച്ചൻ അറിയത്തില്ല, കൊച്ചപ്പൻ അറിയത്തില്ല, ചിറ്റപ്പൻ അറിയില്ല. അന്നും അവൻ്റെ വീട്ടിൽ നിന്ന് ആരാധന ഉയരും. കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറ കുഞ്ഞേ, കൈയടിച്ച് വാതറും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഐ ഷാൽ നോട്ട് വാണ്ട്. കൈ നീട്ടാൻ ഞാൻ പോകില്ല. സ്തോത്രം, ഹല്ലേലൂയ.
രണ്ടാമത് കർത്താവ് പറഞ്ഞു, അടുത്ത വായിക്കാൻ പറഞ്ഞു. അടുത്തത് എന്തോ? പച്ചയായ പുൽപ്പുറങ്ങളിൽ ഒരാടങ്ങനെ ഇങ്ങനെ കിടക്കില്ല. തിന്ന് 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 വയറ് നിറഞ്ഞ് ഇതേ കിടക്കും. അവനവിടെ കിടന്ന് ധ്യാനിക്കുന്നുണ്ട്. അല്പം പുല്ലിനു വേണ്ടി ഞാൻ ദാഹിച്ചു, ആഗ്രഹിച്ചു. അന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ന് എൻ്റെ ദൈവം, എൻ്റെ ഇടയൻ, എൻ്റെ പുല്ലിൻ്റെ മണ്ടയ്ക്ക് കിടത്തിയിരിക്കുക. നിങ്ങളിൽ എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. നിൻ്റെ അപ്പനോട് ചോദിക്കണം. നിനക്ക് അനുഭവം ഇല്ലെങ്കിൽ ഒരു നല്ല ആഹാരം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും ഒക്കെ ദാഹിച്ചെടുത്തുനിന്ന് ഇന്ന് നമ്മയും നമ്മുടെ തലമുറ ഇതിൻ്റെ മണ്ടയ്ക്ക് ദൈവം കിട്ടിയിരിക്കുക. കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. I shall not want. എന്നും ദൈവം ലാസറിനെ ധനവാന്റെ മേശയ്ക്ക് കീഴിലിടില്ല. നിന്റെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തും. പച്ചയായ പുൽപ്പുറത്തിൽ അവൻ നമ്മെ കിടത്തുന്നു, സ്വസ്ഥതയുള്ളതിലേക്ക് അവനെ നടത്തുന്നു. എന്നാൽ ദ വാലി ഓഫ് ഷാഡോ ഡെത്ത്, മരണം, മഴനിൽ താഴ്വരയിൽ ദൈവം എന്നെ കിടത്തിയിരിക്കുകയല്ല. നടന്നാലും, ഒരുമിച്ച് പറ, ഒരുമിച്ച് പറ, ഒരുമിച്ച് പറ, ഉറക്കെ പറ. നടന്നാലും, ഒരു ശബ്ദത്തിൽ പറ. നടന്നാലും, നടന്നാലും പച്ചയായ പുൽപ്പുറത്ത് ദൈവം നമ്മെ കിടത്തുകയാണെങ്കിൽ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വരയിൽ നിന്നെ അവൻ കിടത്തിയിരിക്കുകയല്ല, ഇട്ടിരിക്കുകയല്ല. നീ അവിടെ കൂടെ നടക്കുകയാണ്. നീ അവിടെ കൂടെ നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം നീ പുറത്തു വരും. നീ പുറത്തു വരും. കൈയടിച്ചു, വാ തുറന്നു, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ദുഷ്ടപിശാചികൾക്ക് പറ, പിശാചേ, എൻ്റെ ദൈവം എന്നെ കഷ്ടതയിലിട്ടിരിക്കുകയല്ല, അപമാനത്തിലിട്ടിരിക്കുകയല്ല, ആക്ഷേപത്തിലിട്ടിരിക്കുകയല്ല, ഞെരുക്കത്തിലിട്ടിരിക്കുകയല്ല. ഞാനിവിടെ കൂടെ നടക്കുകയാണ്. ഞാനിവിടെ കൂടെ നടക്കുകയാണ്. അതിന്റെ അർത്ഥം ഞാൻ പുറത്തു വരും. വാ തുറക്ക്, യേശുവിന്റെ നാമത്തിൽ പറ. നിന്റെ ഏത് പ്രതിസന്ധിയെ നോക്കി പറ, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ പദ്ധതി ക്ഷാമകാലത്ത് കനാൻ വിടരുത്, ബേത്ലഹേം വിടരുത്, പ്രതിസന്ധിയിൽ സത്യവിശ്വാസം വിടരുത്, ദൈവത്തെ വിടരുത്. അല്പകാലം കൂടെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണും. കർത്താവിനെ വിട്ടുപോകരുത്. ഈ നൂറ്റാണ്ടിലേക്കുള്ളതാ. സത്യവിശ്വാസം വിട്ടു പോകരുത്. അല്പനാൾ കർത്താവിനെ കാത്തിരുന്ന് കാണാത്തത് കൊണ്ട് പഴയ പണിക്ക് നീ പോകരുത്. പഴയ പടക് നീ എടുക്കരുത്. പഴയ വലയെടുക്കരുത്. പെണ്ണിനെ കിട്ടാനാണേലും ചെറുക്കനെ കിട്ടാനാണേലും മോബാബിലേക്ക് പോകരുത്, മിസ്രൈമിലേക്ക് പോകരുത്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. കൈയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്. ഈ കുടുംബം ജീവിക്കാനാണ് പോയത്, പക്ഷെ മരണം അവരെ തേടിയെത്തി. തിരികെ വരുവാനാണ് പോയത്, തിരികെ വരുവാൻ കഴിഞ്ഞില്ല. മക്കളുടെ ഭാവി ഓർത്താണ് പോയത്, പക്ഷെ ഭാവി നന്നായില്ല. പരദേശികളായി പോയി, സ്ഥിരവാസികളായി മാറി. പുരുഷ ശബ്ദം നിലച്ച ഭവനമായ ഭവനം മാറി. പിന്മാറ്റം വിലയേറി നഷ്ടപ്പെടുത്തും, കണിയായത് കൊണ്ടുവരും. ഞാൻ ഈ കല്യാണം നടത്തുമ്പോഴൊക്കെ പിള്ളേരോട് പറയും, മക്കളെ, ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിന്റെ നഷ്ടം നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള, എല്ലാവരും കേട്ടോണം, ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നിന്റെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. ക്രിസ്തുവിനോടുകൂടെയുള്ള നിന്ന വലിയ ധനമാണ്. കർത്താവിനെ മാറ്റി നിർത്തി ദിറാംസ് വാരിക്കൂട്ടാൻ പോകരുത്. കർത്താവിനെ മാറ്റി നിർത്തി ഡോളർ വാരിക്കൂട്ടാൻ പോകരുത്. കർത്താവിനോടുകൂടെയുള്ള അല്പധനം ഏറ്റവും നല്ലതാ കുഞ്ഞെ. നീ കർത്താവിനോട്ടോടിയാൽ നീ കൂട്ടിവെക്കും, ഒറ്റ ഊത്തിന് ദൈവം കളയും. ഒറ്റ ഊത്തിന്. സ്തോത്രം. മിസ്രൈമിലേക്ക് പോയി, മോബാബിലേക്ക് അവർ പോയി. മോബാബിന്റെ പ്രത്യേകത വായിക്കേണ്ട സമയമില്ല.
ആവർത്തന പുസ്തകം 23:2 മുതൽ വായിച്ചാൽ ഒരൊറ്റ മോവാബിയനും യുഎസിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10ാം തലമുറ പോലും പ്രവേശിക്കരുതെന്ന് ദൈവത്താൽ ശാപം കിട്ടിയ സ്ഥലത്തേക്ക് പട്ടിണിയാന്നും പറഞ്ഞു പോയി, ഭക്ഷണം ക്ഷാമമാണെന്നും പറഞ്ഞു പോയ കുടുംബം. ദൈവത്തിൻ്റെ പ്ലാൻ അവരവിടെ നിൽക്കണമായിരുന്നു. അവർ പോകാൻ കഴിയുമെന്താ? കഴിഞ്ഞകാല ദൈവ നടത്തിപ്പുകൾ അവർ മറന്നുപോയി. ചെങ്കടൽ പിളർന്ന ദൈവം, യോർദാനെ വറ്റിച്ച ദൈവം, എരികോ കോട്ട ഇടിച്ച ദൈവം, മരുഭൂമിയിൽ മന്നാ തന്ന ദൈവം, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം തന്ന ദൈവം ഇവിടെയും പ്രവർത്തിക്കുമെന്ന് മറന്നുപോയി. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രവർത്തിച്ച ദൈവം ഇവിടെയും പ്രവർത്തിക്കും. കഴിഞ്ഞ നാൾ സഹായിച്ച ദൈവം ഇവിടെയും സഹായിക്കും. കൈകളടിച്ച് ശക്തിയോടെ വാ തുറന്ന് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്, ശക്തിയോടെ സ്തോത്രം പറ. അവിടെ നടത്തിയവൻ ഇവിടെ നടത്തും, അവിടെ സഹായിച്ചവൻ ഇവിടെ സഹായിക്കും, അവിടെ അത്ഭുതം ചെയ്തവൻ ഇവിടെയും അത്ഭുതം ചെയ്യും. ഏത് പ്രതിസന്ധിയിലും പറയണം, ഞാൻ കനാൻ വിടില്ല. ഹല്ലേലൂയ. ഞാൻ മിസ്രൈം വിടില്ല, ഞാൻ കനാൻ വിടില്ല, ഞാൻ വാഗ്ദത്ത കനാൻ വിടില്ല, ഞാൻ മിസ്രൈമിലേക്ക് ഇറങ്ങില്ല. ഈ മോബാബിലേക്ക് ഇവർ പോയി എങ്കിലും ആ മോബാബിൽ നിന്ന് യേശു കർത്താവിൻ്റെ വല്യമ്മച്ചിയാകുവാൻ ഒരുവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 10ാം തലമുറ പോലും ദൈവത്തിൽ വരരുത് എന്ന് ദൈവം കൽപ്പിച്ച ഇടത്തുനിന്ന് യേശു ക്രിസ്തുവിൻ്റെ വല്യമ്മച്ചിയാകാൻ ഒരുത്തിക്ക് ഭാഗ്യം കിട്ടി. കൈ ഉയർത്തി സ്തോത്രം പറയേ. ആളുടെ പേരെന്തുവാ? രൂത്ത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പിശാചി നിനക്കെതിരായി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ശക്തിയോടെ സ്തോത്രം പറഞ്ഞോണ്ട് പറ, എനിക്കും എൻ്റെ തലമുറയ്ക്കും വിരോധമായി എതിരായി ചിലർ ചെയ്യുന്നത് പോലും അവിടെയും കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. അബാന ഹന്തോന. ശക്തിയോടെ മക്കളെ, എല്ലാവരും കർത്താവിനെ ആരാധിക്ക്. ദോഷമായി നിനക്കെതിരായവൻ ചെയ്യുന്നതിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കർത്താവിന് കഴിയും. പത്താം തലമുറ പോലും ദൈവത്തിൽ വരരുത് എന്ന് ദൈവം ഓർഡർ ഇട്ട, ദൈവം ശപിച്ച മോബാബിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ വല്യമ്മച്ചിയാകുവാൻ ഭാഗ്യം കിട്ടിയ രൂത്തിൻ്റെ പ്രത്യേകത: 1, അവിടെ തീരുമാനം; 2, അവിടെ സഹിഷ്ണുത. പറഞ്ഞാട്ട് 1 തീരുമാനം, 2 സഹിഷ്ണുത. യു ആർ യുവർ ചോയ്സ്. യുവർ ചോയ്സ് ഈസ് യുവർ ഹിസ്റ്ററി. യുവർ ചോയ്സ് ഈസ് യുവർ ഡെസ്റ്റിനി. ഐ ആം മൈ ചോയ്സ്. ഇന്നലത്തെ നിങ്ങളുടെ തീരുമാനമാണ് ഇന്നത്തെ നിങ്ങൾ. ഇന്നത്തെ നിങ്ങളുടെ തീരുമാനമാണ് നാളത്തെ നിങ്ങൾ. 1 തീരുമാനവും, 2 സമർപ്പണവും അല്ലെങ്കിൽ സഹിഷ്ണുതയും. നിത്യതയിൽ എത്തണമെങ്കിൽ തീരുമാനവും സഹിഷ്ണുതയും വേണം. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. രൂത്തിന്റെ പുസ്തകത്തിൽ 4 വ്യക്തികളെ കാണാം. രൂത്തിന്റെ 4 അധ്യായങ്ങളുണ്ട്. 4 വ്യക്തികളുടെ 4 തീരുമാനങ്ങളുമുണ്ട്. 1ാമത്തെ തീരുമാനം എലിമേലെക്കിൻ്റെ തീരുമാനമായിരുന്നു. എന്താ തീരുമാനം? കനാൻ വിടാനുള്ള തീരുമാനം, ബേത്ലഹേം വിടാനുള്ള തീരുമാനം. ആ തീരുമാനം അയാൾ തന്നെ എടുത്തതാണോ, പിള്ളാരോടും ഭാര്യയും കൂടെ ചേർന്ന് എടുത്തതാണോ എന്നറിയില്ല. ചില വീട്ടിൽ തീരുമാനം ഭർത്താവ് ഒറ്റയ്ക്ക് എടുക്കും, ചില വീട്ടിൽ തീരുമാനം ഭാര്യ തന്നെ എടുക്കും, ചില വീട്ടിൽ തീരുമാനം പിള്ളേരെടുക്കും, മക്കളനുസരിക്കണം. സഹോദരം, ചില വീട്ടിൽ എല്ലാവരും ഒന്നിച്ചെടുക്കും. നമ്മുടെ നാട്ടിലാണ് താമസിക്കുന്ന വീടും പറമ്പും വിൽക്കാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വന്ന പെണ്ണും പിള്ളേയും പിള്ളേരും അറിയുന്നത്. എലിമേലെക്കിൻ്റെ തീരുമാനം ഒന്നിച്ചെടുത്തോ ഒറ്റയ്ക്കെടുത്തോ എന്നറിയില്ല. പക്ഷേ പോയത് 4 പേരാ, വന്നതൊരാൾ തിരിയെ. ആരാ? നവോമി. ശാന്തമായിട്ട് കേട്ടു. അതെന്താ അവൾ തിരികെ വരാൻ കാരണം? ഒരുപക്ഷെ പിള്ളേരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടായിരിക്കും പോയത്. ഭർത്താവ് പറഞ്ഞനുസരിക്കാതിരിക്കാൻ പോവും. സ്തോത്രം. നിന്റെ നിഷ്കളങ്കത
നിന്റെ നിസ്സഹായത ദൈവത്തിനറിയാം. മനസ്സിലാകുന്നുണ്ടോ? ശക്തിയോട് കൈയുയർത്തി സ്തോത്രം പറഞ്ഞ്. ചിലപ്പോൾ ചില നിസ്സഹായതകളുണ്ട്, വേറെ ഗത്യന്തരമില്ല. പോയി 4 പേര് പോയതിൽ ഒരാൾ മടങ്ങി വന്നു, നവോമി. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും കേൾക്കണം, അല്ലെ എഴുതിയെടുത്തോണം. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് ദോഷം വരുന്ന തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക് നിങ്ങൾ സൈഡ് നിൽക്കരുത്. നേതാവ്, ഭരണാധികാരി എന്നിവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ആത്മീയ വിഷയത്തിൽ അപ്പനെ, അമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, നേതാവിനെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒറ്റപ്പെട്ടാലും സത്യത്തിന് വേണ്ടി നിൽക്കുക. നിങ്ങളെടുത്ത തീരുമാനം ശരിയെന്ന് കാലം തെളിയിക്കും. കയ്യൊന്നുയർത്തി സന്തോഷത്തോട് ശക്തിയോട് സ്തോത്രം പറഞ്ഞു. തെറ്റായ തീരുമാനത്തിന് സൈഡ് നിൽക്കരുത്. അതാരെടുത്താലും, നേതാവ് എടുത്താലും, പാസ്റ്റർ എടുത്താലും, സെൻട്രൽ പാസ്റ്റർ എടുത്താലും, അപ്പനെടുത്താലും. പണ്ടൊരു ജാഥ പോയപ്പം മലയാളം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് മുദ്രാവാക്യം വന്നു. അവൻ പറയുന്ന ഒരു അമ്മച്ചി പറഞ്ഞു, അത് തന്നെ ഞാനും വന്നു. അത് തന്നെ ഞാനും നീ പറയരുത്. നട്ടല് പണയം വെക്കരുത്, തലച്ചോറ് പണയം വെക്കരുത്, തെറ്റായ തീരുമാനത്തിന് കൂട്ടു നിൽക്കരുത്, തലമുറയ്ക്ക് ദോഷം വരും തീരുമാനം എടുക്കരുത്. ഇസബേലിൻ്റെ തീരുമാനം വാസം പ്രസിദ്ധം ചെയ്യുക, നാബോത്തിനെ നടുക്കിരുത്തുക, കള്ളസാക്ഷികളെ വരുത്തുക, കല്ലെറിഞ്ഞു കൊല്ലുക. ഓർഡർ വന്നപ്പോഴേ പട്ടണമൂപ്പന്മാർ ചെയ്തു. എന്തിനാണ് ഈ പാവത്തെ കൊല്ലുന്നതെന്ന് ചോദിച്ചോ? നാബോത്ത് പോകരുതായിരുന്നു അവിടെ ഉപവാസത്തിന്. ദുഷ്ടകാര്യത്തിന് നല്ല കാര്യത്തെ ഉപയോഗിച്ചു. ഞാൻ ശാന്തമായി പറയുന്നത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഉള്ളിലോട്ട് ഇത് കയറാനാ. തെറ്റായ തീരുമാനം നീ സൈഡ് നിൽക്കരുത്. ഞാൻ ഈ പെന്തക്കോസ്തിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. ചിലയിടങ്ങളിൽ പാസ്റ്ററുടെ പ്രസംഗം പിടിച്ചില്ല എന്ന് സ്വോത്രകാഴ്ച ഇടുന്നില്ല ചിലർ. എന്നാൽ പിന്നെ ഞാൻ സ്വോത്രകാഴ്ച ഇടുന്നില്ല. നീ സ്വോത്രകാഴ്ച ഇട്ടില്ലെന്നും പറഞ്ഞ് സഭ പട്ടിണിയാകില്ല. ദൈവത്തിന് തൻ്റെ അഭിഷക്തന്മാരെ പുലർത്താൻ അനേക വഴികളുണ്ട്. മറ്റുള്ളിടത്ത് പ്രസംഗം പിടിച്ചില്ലെന്നും പറഞ്ഞ് അടുത്ത ആഴ്ച മുതൽ ആരാധനയ്ക്ക് വരില്ല. ചിലർ ആരാധനയുടെ ഇടയിൽ നിന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ടിറങ്ങിപ്പോവും. പിള്ളേർ സൺഡേ സ്കൂളിൽ ഇറങ്ങുമ്പോൾ എവിടെ പോവാ? ഇന്ന് പോകുന്നില്ല. തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിനക്ക് വോയ്ക്കോട്ട് ചെയ്യാനുള്ളതല്ല ആരാധനാലയം. ആ സത്തായ സന്ദേശം നൽകരുത്. തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കണം. ഞാനും എൻ്റെ കുടുംബമോ, കൈ ഉയർത്തി പറ, ഞങ്ങൾ യഹോവയെ സേവിക്കും. രണ്ടാമത്തെ തീരുമാനം നവോമിയുടേതായിരുന്നു. എന്തായിരുന്നു ആ തീരുമാനം? ബേത്ലേഹേമിലേക്ക് മടങ്ങാനുള്ള തീരുമാനം. ദൈവം എന്നോട് ചെയ്ത ക്രൂരത എന്ന് അവൾ പറഞ്ഞില്ല. മരുമക്കളുടെ ദൈവത്തെ സേവിച്ച് ഇവിടെ തന്നെ നിൽക്കാമെന്ന് ചിന്തിച്ചില്ല. ഭർത്താവ് ചെയ്ത തെറ്റ് തിരുത്താൻ അവൾ തീരുമാനിച്ചു. അതിലേറ്റവും വേദനാജനകമായൊരു കാര്യമുണ്ടായിരുന്നു. കനാനിലേക്ക് മടങ്ങുമ്പോൾ ആ തീരുമാനം എന്തെന്നറിയാമോ? തൻ്റെ ഭർത്താവിനെയും മക്കളെയും അടക്കിയിരുന്ന കല്ലറ ഉപേക്ഷിച്ചു പോകണം. സ്തോത്രം. പലരും ഇപ്പം പെന്തക്കോസ്തിൽ വരാൻ മടിക്കുന്നത്, വിശ്വാസത്തിൽ വരാൻ മടിക്കുന്നത് കല്ലറ ഉപേക്ഷിക്കാൻ വയ്യ. ഇപ്പം എൻ്റെ കല്ലറ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അടക്കമല്ല പ്രധാനം, ഒടുക്കമാണ് പ്രധാനം. നിന്റെ അടക്കമല്ല, നീ ഒടുക്കം എവിടെ എത്തും, അതാണ് പ്രധാനം. ഞാൻ കേരളത്തിൽ പല കൺവെൻഷനും പറഞ്ഞു. അനേക കപ്പക്കാലയിൽ, അനേക വലിയ വലിയ ഈട്ടിപ്പെട്ടിയിലും തേക്കുംപെട്ടിയിലും
വലിയ കല്ലറ അടക്കപ്പെട്ട രക്ഷിക്കപ്പെടാത്തവൻ്റെ കല്ലറകൾ അനങ്ങാതെ കിടക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, റബ്ബറും കാലയിലും കപ്പക്കാലയിലും ആരും കാണാതെ അടക്കപ്പെട്ട അഭിഷക്തന്മാരുടെ കല്ലറകൾ തകർക്കപ്പെടും, അവർ ഉയർക്കപ്പെടും. അടക്കമല്ല പ്രധാനം, ഒടുക്കവിടെത്തും. നമ്മൾ പറഞ്ഞതെല്ലാം സത്യമെന്ന ലോകം തെളിഞ്ഞപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ആരെ അടക്കി? ആരൊടുവിലത്തെ പ്രമശാകം തൊടുത്തു? ആര് കല്ലറയിൽ കൂതാശ നടത്തി? കൊണ്ട് ദഹിപ്പിക്കുകയല്ലായിരുന്നോ? അടക്കമല്ല, ഒടുക്കം എവിടെത്തും. നമ്മുടെ പിതാക്കന്മാർ ഇതൊക്കെ പ്രസംഗിച്ചപ്പം കല്ലെറിഞ്ഞ് ഓടിച്ചു. മറിയ മധ്യസ്ഥയല്ല, ഒരു മധ്യസ്ഥയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന ഒറ്റ മധ്യസ്ഥൻ. നമ്മൾ പറഞ്ഞപ്പോൾ അവരടിക്കാൻ വന്നു. ഇപ്പം മാർപ്പാപ്പ പറഞ്ഞു, യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. ഈ നവോമിയുടെ വീട്ടിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, മക്കളെ പോലെ സ്നേഹിച്ചു. 5 പ്രാവശ്യം അവിടെ മൈ ഡോട്ടർ, എൻ്റെ മക്കളെ, എൻ്റെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്, എൻ്റെ മോൾ. 2, അവർ അമ്മായിയമ്മയുടെ യാത്ര മുടക്കിയില്ല. അപ്പം സ്നാനപ്പെടാൻ തരുമ്പോൾ കയറുന്ന തടസ്സം പിടിക്കരുത്. അമ്മ ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തടസ്സം പിടിച്ചില്ല. 3, മരുമക്കളെ കൂടെ വരാൻ നിർബന്ധിച്ചില്ല. ഈ വിശ്വാസ ജീവിതം നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല, ഭയപ്പെടുത്തി നിർബന്ധിച്ചും ചെയ്യേണ്ടതല്ല, മനസ്സോട് ചെയ്യേണ്ടതാണ്. അനങ്ങുന്നില്ല. സ്തോത്രം പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുമ്പോൾ ഇടിവാള് വെട്ടുമെന്നും പറഞ്ഞ് സ്തോത്രം പറയിക്കുന്ന മാർഗമല്ലിത്. ഇത് ഭയത്തിൽ നിന്നുള്ളെടുക്കുന്നതല്ല, ഇത് സ്നേഹത്തിൽ നിന്നുള്ളെടുക്കുന്നതാണ്. കൈയടിച്ച് വാതുറന്ന ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഞാൻ ഭയപ്പെട്ടുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്, എൻ്റെ കർത്താവിനുള്ള സ്നേഹം നിമിത്തമത്രേ. ഹല്ലേലൂയ. നാട്ടിൽ നിന്ന് മക്കളൊക്കെ അബുദാബിയിലും ദുബൈയിലും ഷാർജയിലും ഒക്കെ വന്നൊരു അമ്മച്ചിയുടെ 5-6 മക്കളുണ്ട്. 4-5 പിള്ളേരങ്ങ് സ്നാനപ്പെട്ടു. എന്നിട്ട് വിളിക്കുമ്പോഴെല്ലാം അമ്മച്ചിയോട് പറയും, അമ്മച്ചി സ്നാനപ്പെടണം, അമ്മച്ചി സ്നാനപ്പെടണം, അമ്മച്ചി സ്നാനപ്പെടണം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അമ്മച്ചി സ്നാനപ്പെടണം. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ പോരണ്ടേ, എല്ലായിടത്തും കിടക്കുന്നതെല്ലാം കൂടെ വന്നു. അവർ തീരുമാനിച്ചു അങ്ങ് സ്നാനപ്പെടുത്താം. അമ്മച്ചിയും തീരുമാനിച്ചു, ഇത്രയും നാളുകൊണ്ട് പിള്ളേർ പറയില്ല, അങ്ങ് സ്നാനപ്പെടുത്താം. ഒരു 3 ഉണ്ടായിരുന്നു. രാവിലെ പോയി സ്നാനമെല്ലാം നടത്തി 3 കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മച്ചി എങ്ങനെയുണ്ട്, സന്തോഷമായില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാ, നിങ്ങളുടെ ദണ്ണം അങ്ങ് തീർന്നല്ലോ എന്ന്. നിങ്ങളുടെ ദണ്ണം അങ്ങ്. അമ്മച്ചി സ്നാനപ്പെട്ടത് ദണ്ണം തീരാനാ. നിന്റെ ഈ കൃപയിൽ നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല, വിശ്വാസിയുടെ സ്നേഹമല്ല, യേശുവിൻ്റെ സ്നേഹമാണ്. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങും നീ. കൈയടിച്ച്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങും നീ. തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയോധിയാനമേ ജീവിത ഭാഗ്യമേ, ആയോധിനാനമൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ. ഇതിനകത്തൊരു സ്റ്റാൻസ് ഉണ്ട്, അത് പാടുമ്പോൾ ഞാൻ അറിയാതെ കരയും. ഞാൻ തന്നൊന്ന് പാടാം, പിന്നെ നിങ്ങൾ പാടിയാൽ മതി. കർത്താവൻ കുഞ്ഞാട്ടി കല്യാണ നാളതിൽ, ഞാൻ പാട്ട് പറയുക, പാടുകല്ല. കർത്താവൻ കുഞ്ഞാട്ടി കല്യാണ നാളതിൽ കാന്തയായി താൻ മുമ്പിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി താൻ മുമ്പിൽ എന്നെയും നിർത്തുവാൻ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ.
ഘോരമാപ്പാടുകൾ ക്രൂരരാം യൂതരാ, ഘോരമാപ്പാടുകൾ ക്രൂരരാം യൂതരാ. കൈ ഉയർത്തി പിടിച്ചേ. കാരണമേ സഹിച്ച സ്നേഹമേ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. അവനെ മുഷ്ടി ഉരുട്ടി കുത്തി, അവനെ കാർക്കിച്ച് തൂപ്പി, മുഖത്തുനിന്ന് രോമവും പിഴുതെടുത്തു, കണ്ണുകെട്ടി തല്ലി, തലയിൽ മുൾക്കിരീടം വച്ചടിച്ചു, തലയോടുകൾ പൊട്ടി, തലച്ചോറിലേക്ക് മുള്ളുകളാണ്ടിറങ്ങി, നഗ്നനാക്കി, പുറകോട് ജാലുപോലടിച്ചു കീറി. കരേണമില്ലാതെ പഠിക്കേ സഹിച്ച സ്നേഹമേ, നിന്നെ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല, സഹവിശ്വാസിയുടെ സ്നേഹമല്ല. നിന്നെ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് നിനക്ക് വേണ്ടി അടിയേറ്റ മുൾക്കിരീടം ധരിച്ച നിന്റെ പ്രാണപ്രിയന്റെ സ്നേഹമാണ്. കരമടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞു പറ, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിക്കുന്ന ആര്? പാടാൻ നേരമില്ല, പിന്നെ പാടാം. ഭയപ്പെടുത്തിയല്ല. ആ കുടുംബത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അവർ തമ്മിൽ കുറ്റപ്പെടുത്തിയില്ല. വേണമെങ്കിൽ ഈ നവോമിക്ക് പറയും, പെണ്ണുങ്ങൾ കയറി വന്നോടുകൂടി എൻ്റെ ആമ്പിള്ളാരിയാത്തെന്ന്. അവർക്കും പറയും തള്ള, ആണുങ്ങളാരും വാഴാത്ത വീട്. കുറ്റപ്പെടുത്തിയില്ല. തമ്മിൽ കുറ്റപ്പെടുത്തരുത്. ഒന്നിച്ചു നിന്ന് സാത്താന്യ ശക്തികളോട് എതിർക്കുക. പ്രത്യേകിച്ച് ആരെയും കുറ്റപ്പെടുത്തരുത്. പിള്ളേരുടെ മുമ്പ് കേൾക്കെന്നും പറയരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നസ്രയത്തിൽ നന്മ വരുത്താൻ ദൈവത്തിന് കഴിയും. എബ്ബേസിൻ്റെ അതിർ ദൈവം മാറ്റും. ലേയുടെ കണ്ണുനീർ ദൈവം കാണും. ആഗാറിന് വേണ്ടി ദൈവം മരുഭൂമിയിൽ ഉറവ തുറക്കും. ഒന്നിൻ്റെയും പേരിൽ ആരെയും ഇടിച്ചു താഴ്ത്തരുത്. ദൈവം എല്ലാവരുടെയും അവസ്ഥ മാറ്റം വരുത്തും. യേശു കർത്താവ് നസറയത്തിൽ നിന്നാന്ന് ചോദിച്ചപ്പം നദനേൽ ചോദിച്ചു, നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി ഒരു നന്മയും വരാൻ സാധ്യതയില്ലെന്ന് ലോകം വിധിച്ചു തള്ളുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ നന്മ നസറയത്തിൽ നിന്ന് വരുത്ത ദൈവം നിന്റെ തലമുറയിൽ നിന്ന് നന്മ വരുത്തും. കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഓ ശബറഹതുനയ, ഒരു നന്മയും വരാൻ സാധ്യതയില്ലെന്ന് നിന്റെ സഭയെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പറ, നന്മകൾ വരുത്താൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. രണ്ടാമത്തെ തീരുമാനം നവോമിയുടെ തീരുമാനമായിരുന്നു. മൂന്നാമത്തെ തീരുമാനം ഓർപ്പയുടെ തീരുമാനമായിരുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ സഹോദരാ. രൂത്തിന്റെ പുസ്തകം 1:14. പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അടുത്തത്, അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെ അടുക്കൽ പോയി. അതാ പ്രശ്നം. അവിടെ ഉമ്മ കൊടുത്തിട്ട് ചുംബിച്ചിട്ട് പോയി ദേവന്റെ അടുക്കലേക്ക്. ഈ ദൈവത്തെ അറിഞ്ഞിട്ട് തള്ളിപ്പൊളിഞ്ഞു. ഈ സത്യം അറിഞ്ഞിട്ട് തള്ളിപ്പൊളിഞ്ഞു. അതാ വിഷയം. കേൾക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു പെണ്ണിനെ കിട്ടാൻ, ഒരു ചെറുക്കനെ കെട്ടാൻ ഈ സത്യമാർഗം ഉപേക്ഷിക്കരുത്. അവൾ തിരിച്ചുപോയി, ദേവന്മാരുടെ അരികിലേക്ക് പോയി. നാലാമത്തെ തീരുമാനം യൂത്തിന്റെ തീരുമാനമാണ്. അവൾ നവോമിയിൽ നിന്നെന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല ഇറങ്ങിയത്. മോവാബിയ സ്ത്രീയായ തന്നെ ഇസ്രായേൽക്കാർ സ്വീകരിക്കുമോന്ന് അവൾ ചിന്തിച്ചില്ല. ബോവസിന്റെ ഭാര്യയാകാമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൾ ഇറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടാണ്. അവിടെ എഴുതിയിരിക്കുന്നു, രൂത്തിന്റെ പുസ്തകം 2:12, നിന്റെ ദൈവമായ
യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. രൂത്തിനോട് ചോദിച്ചാൽ അവൾ പറയും, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളായിരുന്നു. എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ സത്യദൈവത്തെ അറിഞ്ഞു, വചനവിശുദ്ധി അറിഞ്ഞു, സത്യാരാധന അറിഞ്ഞു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ടിറങ്ങിയത് ഈ ദൈവത്തെ സേവിക്കണമെന്ന് ഒറ്റ ആഗ്രഹത്തോടെ. കൈ ഉയർത്തി ആട്ടി സ്തോത്രം ശക്തിയോട് പറഞ്ഞേ, കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക പറഞ്ഞേ, എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, എനിക്ക് ജീവനുള്ള ദൈവത്തെ സേവിക്കണം. അവള് പറയും, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിറങ്ങിയതല്ല, ബോബസിന്റെ ഭാര്യയാകാമെന്ന് എനിക്ക് ചിന്തയില്ലായിരുന്നു, എന്നെ അവർ സ്വീകരിക്കുമോ എന്നും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരൊറ്റ ആഗ്രഹം, എൻ്റെ ദൈവത്തെ സേവിക്കണം. അതുകൊണ്ട് എന്ത് പറ്റി? ഭാഗ്യവശാൽ അവൾ ബോബസിന്റെ വയലിലെത്തി. ഭാഗ്യവശാൽ ബോബസിന് അവളോട് കരുണ തോന്നി, ജോലിക്കാർക്ക് അവളോട് ദയ തോന്നി. ഭാഗ്യവശാൽ ബോബസ് അവൾ ചെയ്തെല്ലാം ബോബസ് അറിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭാഗ്യവശാൽ അവൾ ബോബസിന്റെ ഭാര്യയായി. ഭാഗ്യവശാൽ ദാവീദ് രാജാവിൻ്റെ വല്യമ്മച്ചിയായി. ഭാഗ്യവശാൽ യേശു കർത്താവിൻ്റെ വല്യമ്മച്ചിയാകാൻ ഭാഗ്യം കിട്ടി. ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. സന്തോഷത്തോട് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, ഇതൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ ഇറങ്ങിയതല്ല. ഇത്ര മഹത്വകരമായ പദവി, ഇത്ര സന്തോഷകരമായ പദവി. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം. കൈയടിച്ച് പാട്. വേഗം അങ്ങേ കരയിൽ നിന്നോ നാം നേടിയതറിയോ. അങ്ങേ കരയിൽ നാം നേടിയ കരുവിനേശുവിനായിരിക്കും. ലോകം വെറുതോർ അറിയും, ലോകം വെറുത്തോ വിലറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. മക്കളെ, ഭൂമിയിൽ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്ര വലിയ സന്തോഷമായിരിക്കും. സന്തോഷം അനുഭവിച്ച വെടിപൊട്ടുന്ന പോലെ ഹൈ ഉയർത്തി സ്തോത്രം പറ. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഞാൻ ഈ ഒത്തിരി പുസ്തകം എഴുതി, ഈ ആരാധനയെക്കുറിച്ചൊക്കെ പുസ്തകം എഴുതി അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒരു ദിവസം രാത്രി മുഴുവൻ കിടന്ന് കരഞ്ഞു. ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സഭ, വിശുദ്ധീകരിക്കപ്പെട്ട സംഘം നിത്യതയിലെ ആരാധന ഏറ്റുവാങ്ങുന്നൊരു ദിവസമുണ്ട്. ഇപ്പം ആരാ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ദൂതന്മാർ. മക്കളെ, റെഡിയായിക്കോണം. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ദൂതന്മാർ, തേജോരൂപികളായ ദൈവം രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 ആർത്തുകൊണ്ടിരിക്കുന്നിടത്തേക്ക്, വൈണികന്മാർ വീണമീട്ടുന്നിടത്തേക്ക്, ഓ സഭ വിശുദ്ധ സംഘം കടന്നു എന്ന് പറയും. നിങ്ങൾ മാറിക്കോ, ഇതിൽ മുതൽ ഞങ്ങൾ പാടിക്കോളാം. ഓ, നിനക്കിത് കേട്ടിട്ട് സന്തോഷമില്ലേ? അതാ പറഞ്ഞത്, സഭയെ ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ല. നിത്യത ചെല്ലുമ്പോഴാ മനസ്സിലാകുന്നതിന് മഹത്വം. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. നീ കലക്കവെള്ളത്തിൽ മുങ്ങിയതിന്, കെട്ടുതാലി പൊട്ടിച്ചതിന്, അമ്മാച്ചൻ പ്രാഗിയതിന്, അനന്തരവൻ കൈയൊഴിഞ്ഞതിന് എല്ലോ പ്രതിഫലം നിത്യത കുഞ്ഞ്.
അവിടെ ഭാവി മഹത്വം. അവൾ ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നു. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയവരല്ല നമ്മൾ. അവിടുത്തെ മഹത്വം അറിയാൻ തുടങ്ങിയാൽ, ആരോ ഭാവനയിൽ സ്വർഗത്തിലെ ആരാധനയൊന്ന് കാണിച്ചു ഈയിടെ ഞാൻ കണ്ടു. എന്തോ മഹത്വമാ. ഭാവനയിൽ ഉണ്ടാക്കിയതാണ്, നിന്റെ ഭാവനയ്ക്കപ്പുറവാ. അന്നേരം നീ ചിന്തിക്കൂ, എൻ്റെ ദൈവമേ ഇത്രയും മഹത്വം ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചല്ലോ. സഹിഷ്ണുത വേണം കേട്ടോ. ഇട്ടിച്ച് പോവല്ലേ, പഠിക്ക കുടവടയ്ക്കല്ലേ, വഴി വെച്ച് ഇട്ടേച്ച് പോവല്ലേ കുഞ്ഞേ. ബഹോപ്രതിഫലമുള്ളതാണ്. നിന്റെ സഹിഷ്ണുതയാണ് നിന്നെ അവിടെ എത്തിക്കുന്നത്. നിന്റെ തീരുമാനമാണ് എത്തിക്കുന്നത്. വേഗത്തിൽ നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവിനോടുള്ള നിന്റെ തീരുമാനമാണ്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ 3 പേരുടെ 3 തീരുമാനം. ഞാൻ വാക്യം കുറിച്ചു കൊടുത്തെങ്കിലും വായിക്കുന്നില്ല. 1, പിലാത്തോസിന്റെ ഭാര്യ ഒരു കത്ത് കൊടുത്തു, പിലാത്തോസിന് വിട്ടു. ബന്ധനസ്ഥനായി പിലാത്തോസിന്റെ അരമനയിൽ മുൾക്കിരീടധാരിയായി അടിയേറ്റ് നിണ്ണമൊഴിയവനായി കർത്താവ് നിൽക്കുമ്പോൾ 22:19 പിലാത്തോസിന്റെ ഭാര്യ ഒരു കത്ത് കൊടുത്തു വിട്ടു. ആ കത്തിങ്ങനെ ആയിരുന്നു. എന്താ വായിച്ചേ? അവന്റെ ഭാര്യ അയച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. എന്നിട്ട് അടുത്ത വാക്യം, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. കിരീടധാരിയായി കെട്ടപ്പെട്ടവനായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ നിനക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവൻ നിമിത്തം സ്വപ്നത്തിൽ വളരെ ഭാരപ്പെട്ടു. അവളെന്താ സ്വപ്നം കണ്ടെന്നറിയില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് അവൻ കണ്ട സ്വപ്നം പിറ്റേ ദിവസം സംഭവിക്കുന്നതാണ്. 27:50 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ. അവൾ കണ്ട സ്വപ്നം ഇത് പക്ഷേ ഇതായിരിക്കാം. യേശുവിനെയും ഉറക്കം നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിന്റെ തിരശീല മേൽതൊട്ടടിയോളം കീറിപ്പോയി. വായിച്ചു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തു. അടുത്ത വാക്യം, അവന്റെ പുനരുത്ഥാന ശേഷം കല്ലറകൾ വിട്ടു. പലർക്കും വിശുദ്ധന്മാരവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷനായി. ബാക്കി വായിച്ചോ. പിന്നെ അവനോടുകൂടെ ഭൂകമ്പം ഉണ്ടായി. അവർ പറഞ്ഞു, ഇവൻ വാസ്തവമായി അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് ദൂഷിച്ചവൻ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. വെല്ലുവിളിച്ചവൻ പറഞ്ഞു, ഇവൻ വാസ്തവമായി ദൈവപുത്രൻ സത്യം. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞവൻ വാഗുണ്ട് പറഞ്ഞു, ഇവൻ ദൈവപുത്രൻ. കരമടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞോ. നീ ദൈവപുത്രൻ. പിലാത്തോസിന്റെ ഭാര്യ കണ്ട സ്വപ്നം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഈ കണ്ട കാര്യങ്ങളാണ്. അവള് പറഞ്ഞു, പിലാത്തോസേ, നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ നിസ്സാരനല്ല. അവൻ ഭൂമിയെ ഇളക്കാൻ ശക്തനായവനാണ്. അവൻ ആകാശത്തെയും ഭൂമിയെയും മൂല്യലോകത്തെയും ഇളക്കുന്നവനാണ്. പിലാത്തോസേ, ഞാൻ കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആളെ ഭൂമി കുലുങ്ങുന്നത് ഞാൻ കാണുന്നു, പാറകൾ പിളർക്കുന്നത് ഞാൻ കാണുന്നു, വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടുന്നത് ഞാൻ കാണുന്നു. ഈ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. കർത്താവിൻ്റെ മഹത്വവും ശക്തിയും ഇന്ന് ലോകത്തിന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരിക്കൽ നമ്മൾ അവൻ്റെ മഹത്വം കാണാൻ പോകുകയാണ്, നമ്മൾ അവൻ്റെ ശക്തി കാണാൻ പോകുകയാണ്. ദൈവമക്കളെ, കർത്താവിനെ ആരാധിച്ചോ ശക്തിയോട്. ശമന രഗനദ രഗദിനി സത്വനിയ. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ മഹത്വം പ്രാപിപ്പാനാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. എബ്രായർ 4:1. എബ്രായർ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗസിയോനാണ്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. കർത്താവ് നമ്മെ എന്തിനാ വിളിച്ചത്? നിത്യതയ്ക്കായി.
നിത്യ തേജസ്സിനായി. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാൻ അധികാരം നൽകി. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ഇത് പെന്തക്കോസ്തുകാരുടെ പ്രസംഗിക്കേണ്ട അവസ്ഥ വന്നേക്കാം. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? 1 പത്രോസ് 5:10 നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. 2 തെസ്സലോനിക്കർ 2:11 തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമാമണ്ണം നടക്കുക. 2 തെസ്സലോനിക്കർ 2:14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 2 തിമോത്തി 2:10 അതുകൊണ്ട് ക്രിസ്തുയേശുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ മൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, ജെയിംസ് യാക്കോബിന്റെ ലേഖനം 2:10 തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശിയാകുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. 2 പത്രോസ് 1:10 ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എനിക്ക് സൂക്ഷ ചെയ്യുന്നവൻ, യോഹന്നാൻ 12:25 എനിക്ക് സൂക്ഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് അവനും ഇരിക്കും. ദൈവം നമ്മുടെ വിളിച്ചത് ഇവിടുത്തെ ചില മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയല്ല, മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. യാത്ര വേഗം തീരും. ഈ പാട്ട് നിങ്ങളുടെ കാണില്ല, നിങ്ങൾ പാടുവാൻ വേണ്ട, പാടാൻ നിൽക്കില്ല. യാത്ര വേഗം തീരും അല്പകാലത്തിൽ. കാരണം ഒരു പാട്ടിന് 2 അടി കൊണ്ട് ഒരു അരമണിക്കൂറത്തെ പ്രസംഗം ശരിയാവും. യാത്ര വേഗം തീരും അല്പകാലത്തിൽ താണ്ടിടും നാം വേഗം കണ്ണീർ താഴ്വരാ. ശോമേറും ദേശം ദൂരെ കാണുന്നു, യോർദാനക്കരെ വേഗം ചേർന്നിടും. എന്താ പാടിയത്? യാത്ര വേഗം തീരും അല്പകാലത്തിൽ താണ്ടിടുന്ന വേഗം കണ്ണീർ ശോമേറും ദോഷം ദൂരെ കാണുന്നു. നമ്മളെ ദൈവം വിളിച്ചത് അവിടെ ചെല്ലാനാ. അവിടെ എത്തുവോ? ഇന്നത്തെ പെന്തക്കോസിലെ 90% പ്രസംഗവും പ്രാപിച്ചോ പിടിച്ചോ എന്നായിപ്പോയി. പിടിച്ചോ പിടിക്കാനും ഓടുക. കിട്ടി വെച്ച് പ്രാർത്ഥിച്ചു, അവൻ്റെ അടിച്ച് നിനക്ക് തരാൻ പോവാ. എടാ ഇത്രയൊക്കെ കിട്ടിയില്ലയോ? ഇന്ന് കാകളം എന്ന് വെച്ചാൽ പൊങ്ങുവോ മേളോട്ട്? ഇന്ന് ശ്വാസം നിലച്ചാൽ എവിടെ ഇരിക്കും? ഞെട്ടുക. സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസ് കണ്ട് ഞെട്ടുക. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് ഡെഡ് ബോഡി ഒഴുകുക. 15 25 30 ക്ഷണഭങ്കുരമാണ് ലോകം. 2 കോടിയിൽ പരം ആളുകളെ കോവിഡ് കൊണ്ടുപോയി. വിദഗ്ധ ഡോക്ടേഴ്സ്, നേഴ്സസ്, എൻജിനീയേഴ്സ്. നമ്മൾ ബാക്കിയായി. ദൈവത്തിനെന്തോ പദ്ധതിയുണ്ട് കുഞ്ഞേ. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ അക്ഷയരായി ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കയ്യൊന്നുയർത്തിപ്പറ. ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഉറക്കപ്പറ, ഒരുമിച്ച് പറ, എടുക്കപ്പെടും. പ്രത്യാശ ഉണ്ട്, കൈ ഉയർത്തിപ്പറ, എടുക്കപ്പെടും. അതിനൊക്കെ ദൈവത്തോട് നടന്നു. ദൈവനെ എടുത്ത് കാണാതായി കേട്ടോ. കുറച്ച് പേര് കാണാതാവും. അത് പറഞ്ഞ് നിർത്താൻ പോകും. കാണാതാവും. ഇപ്പം ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പം കാഹളം ധ്വനിക്കുകയാണ്. എൻ്റെ മൈക്ക് താഴോട്ട് പോകാൻ ഞാൻ മേളോട്ട് പോകും. 25 നില ഇവിടെ കെട്ടിപ്പോക്കിയാലും തടസ്സമല്ല. യേശു കർത്താവിനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ അമർത്തിയുള്ള ശരീരത്തെ അനുഭവപ്പെടുത്തും. ശക്തിയോടെ കരമടിച്ച് ശോകത്രം പറഞ്ഞു. ശക്തിയോടെ ഹല്ലേലൂയ. എടുക്കപ്പെടും. റെഡിയാണോ എടുക്കപ്പെടാൻ? കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമോ?
എടുക്കപ്പെടും. സ്തോത്രം. ഞാൻ കേരളത്തിൽ, നിങ്ങളൊരു പക്ഷേ ഇത് കേട്ടിട്ടുണ്ടതിൽ, ഞാൻ കേരളത്തിൽ ഈ മെസ്സേജ് എവിടെയും നിർത്തണ്ടേ, നിർത്തുമ്പം പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കും മുമ്പ്, പ്രാർത്ഥിച്ച് അവസാനിക്കും മുമ്പ് കാക്കളം ഇപ്പം നനിച്ചെന്നിരിക്കട്ടെ, കർത്താവ് ഇപ്പം മരണേന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവോക്കി, വന്നാൽ പോകുന്ന ഉറപ്പുള്ളവരൊരു സ്തോത്രം പറഞ്ഞ് കൈവർത്തി. ഞാനിവിടെ അവസാനിപ്പിക്കും മുമ്പ് കാകളം തുണിച്ചെന്നിരിക്കട്ടെ. ഇവിടെ ഇരുന്നൊരു 60% പോയി, ബാക്കി 40 ഇവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ടിവിടെ നിന്നാലോ, ബാക്കി 40% കൂടെ തന്നെ ഞോണ്ടിക്കൊല്ലും. ഇയാളെന്താടോ പ്രസംഗിച്ചേ, ഇയാൾ പോയോല്ലല്ലോ. ഇവിടെ ചോദിച്ചാൻ പറഞ്ഞോല, ഉപവാസപ്രാർത്ഥന നടത്തിയാൽ വരത്തില്ല, സഭായോഗത്തിന് വരത്തില്ല, കൺവെൻഷന് വരത്തില്ല, ചാക്കോച്ചായൻ വരത്തില്ല. ചോദിക്കും, പറയും എന്താ ചാക്കോച്ചായ വരാൻ? ഓ വന്നില്ലെന്നേ ഉള്ളൂ, വന്നില്ലെന്നേ ഉള്ളൂ, ആരാധനയ്ക്ക് വന്നില്ലെന്നേ ഉള്ളൂ. കാകളം ധ്വനിച്ചു, കൂട്ടുവിശ്വാസിയെല്ലാം പോയി. അന്നും ചന്തയിൽ ചാക്കോച്ചാൻ സഞ്ചി എടുത്തുകൊണ്ട് ചെന്നപ്പം കച്ചവടക്കാർ ചോദിച്ചു, കൂടെയുള്ള കൊട്ടുപ്പാട്ടുകാരെല്ലാം പോയല്ലോ, ചാക്കോച്ചായൻ പോയില്ലേ? ഓ പോയില്ലെന്നേ ഉള്ളന്നേ. കാകളം ധ്വനിക്കുമെന്നൊക്കെ പ്രസംഗം ഇവിടെ വായിക്കോട്ടായ്മട്ടിരുന്നു. നീ പറക്കുകയല്ല, കറങ്ങാൻ പോവാ, റെഡിയാകണം, ഏത് നിമിഷം പോവും, ശ്വാസം ഏത് നിമിഷം പോവും. ഇതൊക്കെ പറയാൻ ഇപ്പം ഇച്ചിരി പേടിയാ. കാകളം എപ്പോഴും വെളുന്തിരിക്കും. ഞാൻ ഈ പാട്ടുകാരെ ഒരു നല്ല പാട്ടുകാരാണ്. നമുക്കൊരു 50 അംഗം, നിങ്ങൾ പിണങ്ങണ്ട, എന്നെക്കുറിച്ചല്ലേ ആദ്യം പറഞ്ഞേ. 50 അംഗ ഗായക സംഘം ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പം പോട്ടെ, വേറെ കാര്യം അല്ല, ഇവരുടെ കാര്യമല്ലല്ലോ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താ പാടാൻ പോകുന്നറിയില്ല, കർത്തോവൂതൻ ഗംഭീരമോ, ഇത് പാടിക്കൊണ്ടിരുന്നപ്പം കാകളം ധ്വനിച്ചു. കൊട്ടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി, പാടിക്കൊണ്ട് നിന്നവരെന്തേലും പാടിക്കൊണ്ടിരുന്നാലോ, അല്ല ഇരുന്നാലോ, തിരിച്ചു. പാടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി, അപ്പോഴും കൊട്ടുക. സഹോദരം, നമ്മുടെ അല്ല, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കാം, നമ്മുടെ അല്ല, എനിക്ക് വേറെ വൃത്തിയല്ല, നമ്മുടെ അല്ല. ഞാൻ പെന്തക്കോസിന്റെ പുതുശ്രദ്ധ, നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാന്നിരിക്കട്ടെ. എന്താ കൺവെൻഷനാ? ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം കാഹളം ധ്വനിച്ചു. അപ്പോഴും സ്റ്റേജിൽ കുറച്ചു പേരിങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ, ഇരിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. അമേരിക്കയിലൊക്കെ ചില കാറിൻ്റെ പുറകിരുന്നുകൊണ്ട് ഈ കാർ ഓടിക്കുന്ന ആൾ ഏത് നിമിഷം അപ്രത്യക്ഷനാകും. സൂക്ഷിച്ചു വേണം എൻ്റെ പുറകിന് വരാൻ. പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് അങ്ങ് പോകും, അവർക്ക് പോകാൻ നല്ല എളുപ്പം അവിടുന്ന് അങ്ങോട്ട്. പക്ഷെ അവരവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ഒന്നിച്ചേ അവിടെ ചെല്ലത്തുള്ളൂ. ഈ പിള്ളേരെയൊക്കെ പ്രാർത്ഥിച്ചയക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കണം, മക്കളെ കാകളം എപ്പോഴും നിർമ്മിക്കും, പറഞ്ഞു വിട്ടണം. മമ്മി ഇവിടുന്ന് പോകും, പപ്പ ഇവിടുന്ന് പൊങ്ങും, നീ ന്യൂസിലാൻഡിൽ നിന്ന് പൊങ്ങിക്കോണം, നീ ആഫ്രിക്കയിൽ നിന്ന് പൊങ്ങിക്കോണം, നീ ഓസ്ട്രേലിയയിൽ നിന്ന് പൊങ്ങിക്കോണം. കാകളം ധ്വനിക്കുമ്പോൾ നീ ഇവിടെ കിടക്കരുത്. നമ്മുടെ ലക്ഷ്യം സ്വർഗസിയോനാ മക്കളെ. കൈയടിച്ച് വാതർന്ന മക്കളോ പ്രാർത്ഥിച്ചു വിടുമ്പം അകത്ത് കയറ്റിക്കോ, പറഞ്ഞു വിടണം. നമ്മുടെ വാക്തത്തകനാൻ അമേരിക്കയല്ല, ന്യൂസിലാൻഡ് അല്ല, കാനഡയല്ല, UK അല്ല. ഓഹോ, നമ്മുടെ വാക്തത്തകനാൻ സ്വർഗസിയോൻ. ശക്തിയോടെ മക്കളെ ദൈവത്തെ ആരാധിക്ക്. അതുകൊണ്ട് മക്കളെ കഷ്ടപ്പെട്ടൊക്കെ വളർത്തി വിദ്യാഭ്യാസം ചെയ്തു, കിട്ടിയതെല്ലാം വിട്ട് നിന്നെ അവിടെ ഇവിടെയൊക്കെ വിട്ട് പഠിപ്പിച്ചു, അതൊക്കെ നാട്യം ഗതിയാ. നീ സ്റ്റക്കായി പോരുത്, നീ ഇവിടെ കിടക്കരുത്, നീ അങ്ങെത്തണം. നമ്മൾ പലയിടത്തും ഒന്നിച്ച് കൂടും ആറ്റിൻതീരെ കൂടും. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഇറക്കി ഒരു കാസറ്റ് ഉണ്ട്, ലക്ഷങ്ങളാ പോയെ. അതിൽ പാട്ടുകളുണ്ട്, അതിൽ ഞാൻ എഴുതിയ പാട്ടുമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ പാട്ട് എഴുതിയിട്ടല്ലെന്നല്ലേ, പാട്ടും എഴുതിയിട്ടുണ്ട്. എല്ലാവരും എങ്ങത്തും കൈവച്ചു കൂടും, ആറ്റിൻതീരെ കൂടും, മനോഹരമാം ആറ്റിൻതീരെ നമ്മൾ കൂടും. ദൈവാട്ടിൻ കുട്ടിയോടൊപ്പം ആരാധിക്കും. കുഞ്ഞിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഓർത്തോണം, മക്കളെ അങ്ങ് വരണം, നീ നമ്മൾ ഒന്നിച്ച് ഇവിടെ കണ്ടില്ലേലും നമ്മൾ ഒന്നിച്ച് ബയൂലാ തീരത്ത് കൂടണം. സഹോദരം,
സഹോദരം, ഒരു വാക്യം വായിച്ചു നിർത്താം. മലാക്കി പ്രവചനം, സമയം പോയല്ലോ. മലാക്കി പ്രവചനം 3-ാം അധ്യായം. എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റാണിത്. നിങ്ങൾക്കറിയാം, അത്ര വേദിയില്ല ഞാൻ കർത്താവിൻ്റെ വരവ് പല കാര്യങ്ങളോട്ട് പ്രശ്നം തെളിയിക്കുന്ന. 3:1 വായിച്ചേ. 3:1. എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇമിനന്റ് ആണ് കർത്താവിന്റെ വരവ്. പെട്ടെന്ന് വരും. വിചാരിക്കാം, ചിലർ സമാധാനവും നിർഭയൊന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവം ഒരു പെട്ടെന്ന് ഇമിനന്റ് ആണ്. പിന്നെ അതുകൂടെ ഒന്നും നടക്കണമെന്നില്ല, എല്ലാം നടന്നു കഴിഞ്ഞു. ഓക്കെ, വായിച്ച് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരും ദിവസത്തെ ആർക്ക് സഹിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. സഹിഷ്ണുത വേണം. ഇട്ടെറിഞ്ഞിട്ട് പോകല്ലേ, വലിച്ചെറിഞ്ഞ് പോകല്ലേ. അങ്ങെത്താനുള്ള വ്യഗ്രതയോട് ഓടണം. ജീവനേ എന്ന് പറഞ്ഞ് ഓടണം. നമ്മുടെ പിതാക്കന്മാർ ഓടി തികച്ചെന്നേ. അവർ കഷ്ടതയോടെയൊക്കെ ഓടി അങ്ങെത്തി. നമുക്കെല്ലാ സമൃദ്ധിയുണ്ട്. എന്നാൽ അവൻ വരും ദിവസത്തെ ആർക്ക് സഹിക്കാം. എൻ്റെ മുഖത്ത് നോക്കൂ. പുസ്തകം എല്ലാം അടച്ചു വെച്ചോ, ഇങ്ങോട്ട് നോക്കൂ. ഫോക്ലാൻഡ് എന്ന ദ്വീപിന് വേണ്ടി UK-യും അർജന്റീനയും തമ്മിൽ യുദ്ധമുണ്ടായി. കടലിൽ നടക്കിടക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. അനേകായിരം ഭടന്മാർ നഷ്ടപ്പെട്ടു. പൊരിഞ്ഞ യുദ്ധമായിരുന്നു. അവസാനം ഇംഗ്ലണ്ട് ആ യുദ്ധത്തിൽ ജയിച്ചു. ജയശ്രീരായി മടങ്ങി വരുന്ന ഭടന്മാരെ സ്വീകരിപ്പാൻ ഇംഗ്ലണ്ട് തേംസ് നദീതീരത്ത് വലിയൊരു സ്വീകരണ സമ്മേളനം ഒരുക്കി. രാജ്ഞി ഉൾപ്പെടെയുള്ളവർ അവരെ സ്വീകരിപ്പാൻ നിൽക്കുകയാണ്. ദൂരവേ കപ്പൽ കണ്ടപ്പോൾ തന്നെ കൈലാസങ്ങൾ ഉയർത്തി വീഴ്ചാൻ തുടങ്ങി. ആ കപ്പൽ തീരമെടുത്തു. ദീർഘനാളായി കാണാതിരുന്ന പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് ഓരോരുത്തരെ സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ യൗവനയുക്തയായ ഒരു സഹോദരി തൻ്റെ 3 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. 5ഉം 7ഉം വയസ്സാണ്. 5ഉം 7ഉം വയസ്സ്. ആ യുദ്ധത്തിൽ പോയി മുറിവേറ്റ് മരിച്ചുപോയ ഒരു ഭടൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിരുന്നു. BBC-ക്ക് വേണ്ടി രംഗമെല്ലാം പകർത്തിക്കൊണ്ട് ഒരു ക്യാമറമാൻ 2-3 പേർ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ക്യാമറ ഇവരുടെ നേരെ ഫോക്കസ് ചെയ്തിട്ട് മൈക്ക് കൊടുത്തിട്ട് ആ റിപ്പോർട്ടർ കുഞ്ഞിനോട് ചോദിച്ചു, രാഷ്ട്രത്തോടായി നിനക്ക് എന്തെങ്കിലും ഇപ്പം പറയാനുണ്ടോ? അവൻ പറഞ്ഞു, ഐ വിഷ് മൈ ഡാഡി വിത്ത് ദിസ് ഗ്രൂപ്പ്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഡാഡി ഇപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നല്ലതാണ്. ദൈവമക്കളെ, നമ്മളൊരു യുദ്ധമുന്നണിയിലാണ്. നമ്മളിങ്ങേ തീരം വിടും, അങ്ങേ തീരത്ത് നമ്മളെത്തും. നമുക്ക് മുമ്പ് അക്കരെ നടത്തിയ വിശുദ്ധ സംഘം നമ്മെ കാത്തു നിൽക്കുന്നു. അവിടെ വെച്ച് പറയരുതവർ, എൻ്റെ കൂടെ സ്നാനപ്പെട്ടവർ, എൻ്റെ കൂടെ കർത്തൃമേശ എടുത്തവർ എൻ്റെ അരികിലുണ്ടായി, ഇന്നാരും കൂടെ ഉണ്ടായിരുന്നേ, എത്ര നല്ലതായിരുന്നു. പ്രാപിപ്പാണ്ടൊക്കെ ഓടുക, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങളോടുകൂടെ ഒരാഴ്ച വന്ന് ഈ വാണിംഗ് തരാതെ പോകരുത്. യേശു വരും, കാഹളം തുനിക്കും, വിശുദ്ധരുയർക്കും. നമ്മൾ എടുക്കപ്പെടാൻ കാത്തിരിക്കുന്നവരാ. റാപ്ചർ സംഭവിക്കും, ഏത് സമയം സംഭവിക്കും. ഭൗതകാഴ്ചയിട്ടതും കൈയടിച്ചതും പാടിയതും ഒന്നും വൃതാവാകരുത്. കണ്ണടച്ചേ, ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചാട്ട്, പ്രാർത്ഥിച്ചാട്ട്, യേശു എന്ന് വിളിച്ചാട്ട്. കർത്താവേ, എന്നെ കഴുകണമെന്ന് പറ, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറ, ഞാൻ കൈവിടപ്പെട്ടു പോകരുതെന്ന് പറ. പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, എൻ്റെ ആശ എൻ്റെ പ്രിയനെ കാണണം. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം. എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണണം. എനിക്ക് നിത്യതയിലെത്തണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു. എന്ത് വലിച്ചെറിയാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. എന്ത് ഏറ്റെടുക്കാൻ പറഞ്ഞാലും തയ്യാറാണ്. നിങ്ങൾ സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിക്കുക. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേന്ന് എന്നെ കഴുകണേ, എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടി. ഞാൻ കൈവിടപ്പെട്ടു പോകരുത് കർത്താവേ. നിന്റെ വരവെൻ്റെ ലക്ഷ്യമാണ്. എൻ്റെ ലക്ഷ്യം നിന്റെ വരവാണ്. കർത്താവേ, ഞങ്ങളെ കഴുകണേ, നിന്റെ ജനത്തെ കഴുകണേ, നിന്റെ ജനത്തെ വിശുദ്ധീകരിക്കണേ. നിന്റെ കൈയോടെ മേൽ നീട്ടണേ, അത്ഭുതം ചെയ്യണം. കരം തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. യേശു കർത്താവിൻ്റെ വരവിൽ എല്ലാവരും, മക്കളെ, കൊച്ചുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വരവിൽ ആരാ എടുക്കപ്പെടുന്നത്? വിശുദ്ധ വേദപുസ്തകം 3 കാര്യങ്ങൾ ഓപ്ഷൻ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ നോക്കൂ. 1, നാം അവനോട് മരിച്ചു എങ്കിൽ അവനോട് വാഴും. 2, നാം അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാന സാക്ഷോടെ ഉപയോഗിക്കും.
3, നാം മനുഷ്യരുടെ ഇടയിൽ അവനെ ഏറ്റുപറയുന്നു എങ്കിൽ ദൂതന്മാരുടെ മധ്യവൻ നമ്മെ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. നിനക്ക് അവനോട് മരിക്കാൻ മനസ്സില്ലെങ്കിൽ വാഴാനൊക്കില്ല. നിനക്ക് അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിപ്പാൻ മനസ്സില്ലെങ്കിൽ പുനരുത്ഥാനത്തിന് സാക്ഷിയോട് ഏകീഭവിപ്പാൻ കഴിയില്ല. ജാതികളുടെ മധ്യ അവനെ ഏറ്റുപറയാൻ മനസ്സില്ലെങ്കിൽ ദൂതന്മാരുടെ മധ്യ അവനെ ഏറ്റുപറയില്ല. പാപത്തിന് മരിക്കുക, അതാണ് മാനസാന്തരം. അവനോടുകൂടെ മരിക്കുക. മാനസാന്തരപ്പെട്ടോ? പപ്പാ ബന്ധക്കോസില, മമ്മി ബന്ധക്കോസില, അതുകൊണ്ട് ഞാനും ബന്ധക്കോസ്. നോ. രക്ഷിക്കപ്പെട്ടോ കുഞ്ഞെ? യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപം കഴിയുന്ന ഉറപ്പുണ്ടോ? ഉറപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. രക്തത്താൽ കഴുകപ്പെടണം. ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. 2, രക്ഷിക്കപ്പെട്ടവൻ പിതാ പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവനാമത്തിൽ സ്നാനപ്പെടണം. ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി 12 വയസ്സാണ്. നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ 13, 15 വയസ്സ് കഴിഞ്ഞെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയ്ക്കായി നീ സമർപ്പിക്കണം. ഇന്ന് രാത്രിയിലോ നാളെയോ സ്നാനപ്പെടണമെന്നല്ല. കർത്താവിൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്. എനിക്ക് സ്നാനപ്പെടണം. കർത്താവിൻ്റെ വരവ് മുമ്പല്ല, എൻ്റെ മരണത്തിന് മുമ്പ് ദൈവം അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. എത്ര പേർ തീരുമാനമെടുക്കും? കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ. കാരണം നിങ്ങൾക്ക് അവസരം തന്നില്ലെന്ന് വരരുത്. അതുകൊണ്ടാണ് ഇതൊരു സുവിശേഷയോഗമോ അല്ല, ഉണർവ് യോഗമോ. പക്ഷെ ഇതിനകത്തിരിക്കുന്നവരിൽ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നാനപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോ പ്രായമായവരോ, എൻ്റെ മരണത്തിന് മുമ്പല്ല എൻ്റെ യേശു അപ്പച്ചൻ്റെ വരവിന് മുമ്പ് ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്. രക്ഷിക്കപ്പെടാൻ, ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്നായി മക്കളെ കൈ ഉയർത്തിപ്പിടിക്കണം, നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം. കർത്താവ് നിങ്ങളെ കാണുന്നു. ആ മക്കളൊക്കെ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചാട്. കർത്താവിൻ്റെ കര അവരെയൊക്കെ തൊടട്ടെ, കർത്താവിൻ്റെ കരമൊക്കെ അവിടെ തൊടട്ടെ. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നന്നായി കൈ ഉയർത്തിയാട്. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവരെ ഓർക്കുന്നു. അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കണമേ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ട് അങ്ങേ ജലത്തിൽ സാക്ഷിച്ച് വേർപാടിൻ്റെ വിശുദ്ധിയിൽ അങ്ങേ ആരാധിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൃപ നൽകണമേ. അവിടുത്തെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും ആ കൈ ഒന്നടിച്ച് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു ചെറുപ്പക്കാര് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, കൗമാരക്കാർ തീരുമാനമെടുക്കും. ഞാൻ ആസ്ട്രേലിയയിൽ ഒരു സഭയിൽ പ്രസംഗിക്കാൻ ചെന്നു. ഒരു സഭയിൽ 6, 8, 10 കുഞ്ഞുങ്ങൾ സമർപ്പിച്ചു. ആ സഭ ഒരനക്കോ ഇല്ലായിരുന്നു. വേറൊരു സഭയിൽ ഞാൻ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ ആദ്യം 5 കുഞ്ഞുങ്ങൾ സമർപ്പിച്ചു. അവിടെ ഉത്സവമായിരുന്നു. കടലിൽ ഞാൻ സ്നാനപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ 12 കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരെ സ്നാനപ്പെടുത്തി. പാസ്റ്റർ മോനോടുള്ളതുകൊണ്ട് പാസ്റ്റർ സ്നാനപ്പെടുത്താം. ഉത്സവമായിരുന്നു ആ സഭയ്ക്ക്. 12 പേര് സ്നാനപ്പെട്ട് കൈവിട്ടാൽ ആർക്കില്ല. ഈ കുഞ്ഞുങ്ങൾ കൈവെക്കുമ്പോഴേ അതിലൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഓർത്തം. റിയൽമോടി പ്രസംഗിച്ചിട്ട് വന്നു. ആര് ചോദിച്ചു, ഇന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന്. റിയൽമോടി പറഞ്ഞു 2.5 ആളെന്ന്. എത്ര? അപ്പം നിങ്ങൾക്ക് എന്താ തോന്നി? 2.5 ആളെന്ന് പറഞ്ഞപ്പോൾ എന്തോ തോന്നിയോന്ന് ഞാൻ ചോദിച്ചേ. തോന്നിയതങ്ങ് പറ. 2 മുതിർന്നവരും 1 കൊച്ചും. അതാ നമുക്ക് തോന്നി. പക്ഷെ തിരിച്ചാ 2.5 ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു 13 വയസ്സുള്ള 2 പേർ, ഒരു മധ്യവയസ്കനും. എടാ, ഒരു 60കാരൻ മാനസാന്തരപ്പെട്ടിട്ട് ഇനി എത്ര നാൾ കർത്താവിന് കിട്ടാൻ? 70കാരൻ ധ്യാനപ്പെടാൻ സമർപ്പിച്ച ഇനി കർത്താവിന് കുഴമ്പും എണ്ണയും കൊണ്ടുള്ള കാലമാണ്. പിന്നെ ഒരു 13കാരൻ ദൈവസ്ഥൽ സമർപ്പിക്കും. മനെ സന്തോഷത്തോട് ചിരിച്ചോടാ. ഒരു 13കാരി ദൈവസ്ഥൽ സമർപ്പിക്കുമ്പോൾ അവന്റെ മുഴുവായുസും കർത്താവിന് കിട്ടുക. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ ഒരുക്കപ്പെടുക. കർത്താവ് വരാറായി. എന്താ നിങ്ങൾ പാടാൻ പോന്നേ? തമ്മിൽ തമ്മിൽ കാണും. പഠിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. ശുദ്ധന്മാനത്തിൽ കോടി കോടി ഗണം തേജസ്സിൽ. എന്തോ സന്തോഷം. സർവംഗ സുന്ദര. നിങ്ങൾ നിങ്ങളുടെ മിസിലെടുത്തോ, ഞാനത് പറയാം. സർവാംഗ സുന്ദര. ഞാനീ പാട്ട് പാടുന്ന നല്ല രംഗം കണ്ടോണ്ടാ. സർവാംഗ സുന്ദര ആകുമൻ പ്രിയനേ, കാണമതീൻ മാറ്റി.
ഉറപ്പുണ്ടോ? 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 കോടി ഗണം തേജസ്സിൽ ലോകത്തിന്റെ 5 വൻകരയിൽ നിന്നും ഭക്തന്മാർ ഒന്നിച്ചു കൂടും. എനിക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. കണ്ണാടിയിൽ കടമൊഴിയായപ്പോൾ കാണുന്നു, നമ്മൾ നേരി കാണും. എന്തോ ഒരു ഫീലിംഗ്, ദൈവത്തിന്റെ സാന്നിധ്യം ഭയങ്കരമായി ഞാൻ ഇവിടെ അനുഭവിക്കുന്നു. കരമടിച്ചു തുടങ്ങിക്കോ, പാടിക്കോ, എല്ലാവരും കരമടിച്ചാണ്.